നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. കോവിഡ് പാൻഡമിക്കിൻ്റെ 5ാം വാർഷികത്തിൽ ചൈനയിൽ നിന്ന് ഒരു പുതിയ വൈറസ് HMPV ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് പടർന്നു പിടിക്കുന്നതിൻ്റെ വാർത്തകൾ നമ്മളിലെല്ലാം പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. പക്ഷേ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പുതിയ വൈറസ് അല്ല. 2001 നെതർലൻഡിൽ കണ്ടുപിടിക്കപ്പെടുകയും 1958 മുതൽ ഭൂമുഖത്ത് ഉണ്ടെന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന ഒരു ഓൾഡ് ജനറേഷൻ വൈറസാണ് HMPV. അഡിനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, കോവിഡ് അല്ലാതെയുള്ള മറ്റ് കൊറോണ വൈറസുകൾ തുടങ്ങിയവയെ പോലെ ചികിത്സിച്ചാൽ 7 ദിവസം കൊണ്ടും ചികിത്സിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടും മാറുമെന്ന് നമ്മളൊക്കെ പറയുന്ന സാധാരണ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന ഒരു സാധാ വൈറസാണ് HMPV. പക്ഷേ ചില കുട്ടികളിൽ, തീരെ ചെറിയ കുട്ടികളിലും അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവരിലും ഇത് ചിലപ്പോൾ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ അല്ലെങ്കിൽ ആസ്മയുടെ ആധിക്യം എന്നിവ ഉണ്ടാക്കാം എന്ന് മാത്രം. ഇന്ത്യയിൽ തന്നെ 5 വയസ്സിന് താഴെ പ്രായമുള്ള മിക്കവാറും ഭൂരിഭാഗം കുഞ്ഞുങ്ങളിലും ഒരു പ്രാവശ്യമെങ്കിലും HMPV വൈറസ് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇത്തരം ജലദോഷപ്പനികളെല്ലാം പടർന്നു പിടിക്കുന്നത് ശൈത്യകാലത്താണ്. ചൈനയിൽ ഇപ്പോൾ വളരെയധികം തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ടും ഇത്തരം വൈറൽ പനികൾ ധാരാളമായി പടർന്നു പിടിക്കുന്നുണ്ട്, എല്ലാ വർഷങ്ങളിലെയും പോലെ തന്നെ. പക്ഷേ പണ്ടൊക്കെ ഇത്തരം പനികളെല്ലാം വൈറൽ പനികൾ എന്നുള്ള ഒരു ലേബലിൽ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആധുനിക രോഗനിർണയ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പനികളെല്ലാം നമ്മൾ പ്രത്യേകം പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് HMPV എന്നുള്ള പേര് പണ്ട് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മാത്രം കണ്ടിരുന്ന പേര് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും ഇതൊരു പുതിയ വൈറസാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനിടയായത്. പിന്നെ ചൈനയിലെ സ്ഥിതി കുറച്ച് വ്യത്യാസമാണ്. കാരണം അവിടെ കുഞ്ഞുങ്ങൾക്ക് പനിയും ക്ഷീണവും ഉണ്ടായാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് IV ഫ്ലൂയിഡ്സ്, ഡ്രിപ്പ് വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. അതുകൊണ്ട് അവിടങ്ങളിലുള്ള ആശുപത്രികളിലെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ നിരത്തി കിടത്തി ഡ്രിപ്പ് കൊടുക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ഉള്ളത്. പണ്ട് കോവിഡ് സമയത്ത് രോഗികളെ നിരത്തി കിടത്തി ഓക്സിജൻ കൊടുത്തിരിക്കുന്ന അതേ അവസ്ഥ പോലെ. ഇതാണ് പരിഭ്രാന്തി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം. HMPVയേക്കാൾ വളരെയധികം മാരകവും പ്രചരണശേഷിയുമുള്ള ഒരു വൈറസാണ് കോവിഡ് മഹാമാരിയെ അതിജീവിച്ചവർ സൃഷ്ടിച്ചെടുത്ത സാമൂഹിക പ്രതിരോധ ശേഷി കൊണ്ടും, അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടും വാക്സിനേഷനിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത പ്രതിരോധ ശേഷി കൊണ്ടുമാണ് കോവിഡിനെ നമുക്ക് കീഴടക്കാനായത്. പക്ഷേ HMPVയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. കാരണം HMPVയെ പോലെയുള്ള അനേകം വൈറസുകളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട ഒരു കാര്യവും ഈ വൈറസിനെ സംബന്ധിച്ച് നമുക്കില്ല. എന്നിരുന്നാലും ഏത് വൈറസും എപ്പോൾ വേണമെങ്കിലും അപകടകാരിയായി മാറാം. അതുകൊണ്ട് HMPV പോലുള്ള വൈറസുകളെ അകറ്റി നിർത്താൻ നമുക്ക് സാധ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തേ മതിയാകൂ. നന്ദി, നമസ്കാരം.